അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖുനയുടെ വേറിട്ട വഴികൾ എന്ന ഒരു ലേഖനം ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ഉടനെ സത്യധാരയിൽ ഞാൻ എഴുതിയിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോമാണ് ഈ കാണുന്നത്. ഷെയ്ഖുനയുടെ ചില പ്രത്യേകമായ ഉപദേശങ്ങൾ, അതിൽ ഒന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉമ്മമാരിലേക്കും വല്യമ്മമാരിലേക്കും ഉപ്പമാരിലേക്കും വല്യപ്പമാരിലേക്കുമൊക്കെ എത്തുന്ന രൂപത്തിൽ നിങ്ങൾ ഈ മെസ്സേജ് കൈമാറുക. മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു വേറിട്ട ഉപദേശമായിരുന്നു, കുട്ടികളുടെ പരാതിയുമായി ആ ഹദറത്തിലെത്തുന്നവരെ കുട്ടികളെക്കുറിച്ച് മോശമായ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ വായ പൊത്തും. എന്നിട്ട് അവരോട് പറയും, അങ്ങനെ പറയരുത്. ഉദാഹരണത്തിന്, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, പരീക്ഷയ്ക്ക് ഓർമ്മയില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ പറയുമ്പോൾ ഷെയ്ഖുന പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. പഠിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയല്ല അത് പറയേണ്ടത് എന്ന് ഷെയ്ഖുന തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുക, പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഷെയ്ഖുന അവിടെ പറയും, നിങ്ങളിങ്ങനെ കുട്ടിയുടെ നെഗറ്റീവുകൾ എടുത്തു പറഞ്ഞാൽ അന്നൽ മലായിക്കത്ത യു അമ്മിനൂന അലാമാ തഖൂലൂൻ, നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറയും. അങ്ങനെ ആമീൻ പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞതുപോലെയായി അതങ്ങോട്ട് സ്വീകരിക്കപ്പെടും, മാറും. അപ്പോൾ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയാതെയാകും. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്നാണ് ഷെയ്ഖുന. ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഷെയ്ഖുന വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നു. ഒരു മൈനസ് പോലും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത വിധം സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരുന്നു ഷെയ്ഖുനയുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഈ വിഷയം. കുട്ടികളുടെ പഠനത്തിൻ്റെ വിഷയമാണെങ്കിലും, അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും കുസൃതികൾ കാണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണയിലുള്ള മോശപ്പെട്ട മൈനസായ വാക്കുകൾ അത് ആ കുട്ടികളിൽ പിന്നീട് പ്രകടമാകുന്നത്, നീ കുരുത്തം കെട്ടവനാണ്, നീ നന്നാവുകയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ആ കുട്ടികളിൽ പിന്നീട് പ്രകടമാകും. കാരണം നമ്മുടെ വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറയും. പ്രത്യേകിച്ചും ഉമ്മമാരും വല്യമ്മമാരുമൊക്കെ കുട്ടികൾ